എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പുതുറയ്ക്കായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊപ്പമോ കഴിക്കാവുന്ന വളരെ രുചികരമായ നല്ലൊരു സ്നാക്സ് ആണ്. 2 ഉരുളക്കിഴങ്ങും 4-5 പീസ് ബ്രെഡും കൊണ്ട് വെറും 10 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പലഹാരത്തിന് വേണ്ട ഒരു മസാല ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് ചേർത്തിട്ട് ഇഞ്ചിയുടെ പച്ചച്ചുവ മാറി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ മസാലയ്ക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റി സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഏകദേശം ഒരു 3 മിനിറ്റോളം വഴറ്റി സവാളയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കുരുമുളകിൻ്റെ എരിവനുസരിച്ച് നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നല്ലൊരു കളറിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരുംജീരകം ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചച്ചുവയൊന്ന് മാറി കിട്ടും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഈ മസാലയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഉപ്പ് കൂടി ചേർത്തൊന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും മസാലയും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയിലയും ഒപ്പം തന്നെ നല്ലൊരു സ്വാദിനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമ്മുടെ പലഹാരത്തിന് വേണ്ട കോട്ടിങ്ങിനായിട്ടുള്ള ഒരു മിക്സ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ വറ്റൽമുളക് ചതച്ചതും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള ഒരു കോട്ടിങ്ങാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് മാവ് തയ്യാറാക്കി എടുത്ത ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ചെറുതായതുകൊണ്ട് 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡാണെങ്കിൽ ഒരു 4-5 പേർക്ക് വരെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് 2-3 സ്ലൈസ് മതിയാവും. ഈ ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ മുകളിലും മസാല ഇതുപോലെ ഒരേ കനത്തിലൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒരേ കനത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് നീളത്തിൽ 2-3 പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഇതുപോലെ 2 പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടിയാണ്. ഇനി നമുക്ക് 1 പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സിൽ ബ്രെഡ് അധികം കുതിർന്ന് പോകാത്ത വിധത്തിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞുകൂടി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മസാല ബ്രെഡുകളും ഫ്രൈ ചെയ്യാൻ പാകത്തിനൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ബ്രെഡുകളെല്ലാം ഇതുപോലെ ഒന്ന് കൂട്ടി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീയൊന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് എല്ലാം ഇതുപോലെ ഒന്ന് അകത്തി വെച്ച് കൊടുക്കാം. 2-3 തവണകളായിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടും. ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് കളറെല്ലാം മാറി പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനും തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഇതുപോലെ ഒരു മീഡിയത്തിനും ഹൈനും ഇടയിലായിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വീണ്ടും ഒരു 1 മിനിറ്റ് ആയപ്പോഴേക്കും അടുത്ത സൈഡ് കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ ചായക്കൊപ്പം സെർവ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്